ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിരെ കനവിലൊരോമൽ കുളിരെ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിരെ കനവിലൊരോമൽ കുളിരെ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പൂക്കളോ പുലരിയോ പ്രണയചന്ദ്രികയോ ചന്ദനക്കാറ്റോ താരകത്തെല്ലോ ദേവതമ്പുരുവോ ആരിവൾ കേകി സ്നേഹമുഖം ആരിവൾ കേകി പ്രിയമൊഴുകും വീണയിൽ തുളുമ്പുമീ ജീവസംഗീതം മൗനം മാഞ്ഞ സംഗീതം പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിരെ കനവിലൊരോമൽ കുളിരെ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി നീ സബ സനി സബ നീ 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 സനി പമ പ നീ 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 സ പ പ പ നീ സരി സ സ പ പ പ നീ 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 സനി പമ പ പാനി സനി നി പനി പനി പ ഗ മരി പാനി സനി നി സരി ഗരി സനി സ സരി സനി പ പ പാനി സനി പ മ മരി രി മ പദ നീ നി പ മരി സരി ഗരി സനി സ മരി സനി സ പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിരെ കനവിലൊരോമൽ കുളിരെ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. ശ്രീഹരി അടിപൊളിയായിരുന്നടാ. ഷാനിക്ക പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഇംപ്രൂവ്മെന്റ്സ്, പിന്നെ നീ പാടുന്നതിലുള്ളൊരു ഫീലൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് ആരെ ആലോചിച്ച പാടിയേ? ഈ ഒരു പാട്ട് ആരെങ്കിലും ആലോചിച്ചാണോ പാടിയേ? അവൻ സേഫ് ആൻസറിങ് കളിച്ചു. പറയടാ. ശങ്കർ മഹാദേവ് സാർ അദ്ദേഹത്തിനെ ആലോചിച്ചിട്ടാണ് ഇത്ര ഫീലോടെ പാടുന്നത്. ശങ്കർജി അറിഞ്ഞാൽ തന്നെ എന്ത് വിചാരിക്കും?
ഞാൻ പറയാം അണ്ണാച്ചി അടുത്ത് കേട്ടോ. ഓക്കെ, ചോദിക്കാം. ശരത് സാർ. മക്കളെ, ഓ ദീപക്കിന്റെ നല്ല പാട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ട്. ഇതാരാ എഴുതിയെന്നൊക്കെ അതൊക്കെ പറയാം. കൈതപ്രം തിരുമേനി. തിരുമേനി ആറോ? അല്ല, തിരുമേനി സാർ ആ അല്ലെങ്കിൽ തിരുമേനി. അല്ല, കൈതപ്രം ദാമോദരൻ സാർ എന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന്റെ പേരതാണ്. മോൻ ഉഗ്രായിട്ട് പാടി. പിന്നെ പാടിയത് ആരാണ്? പാടിയത് ശങ്കർ മഹാദേവൻ ദീപക് കോമ്പിനേഷനിൽ വേറൊരു പാട്ടുണ്ട്, അറിയാവോ? അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്, ഉഗ്രം പാട്ടുമാണ്. നീ ആലോചിക്കും, ഈ പാട്ട് തീരുമ്പോൾ ഈ നമ്മുടെ കമൻസ് കഴിഞ്ഞിട്ടെങ്കിലും പറ. കാര്യം ശ്രീ ജി വേണുഗോപാൽ കമൻറ്റ് പറഞ്ഞ് തീരുമ്പോൾ നീ പറയണം. അദ്ദേഹം കമൻറ്റ് കുറച്ച് കൂടുതൽ പറയും. നിനക്ക് ആലോചിക്കാനുള്ള സമയം അതൊന്നും കേൾക്കണ്ടെന്ന്. മക്കളെ, അതിമനോഹരമായിട്ട് പാടിയതാ. നീ അതിനൊരു സോൾ ഉണ്ടായിരുന്നു, ഈ പാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പല ഏരിയയിലും ഇപ്പോൾ അനുപല്ലവയൊക്കെ അസാധ്യമായിരുന്നു. നല്ലതാ. മക്കളെ, ഈ റിപ്പീറ്റ് പാടത്തില്ല. റിപ്പീറ്റ് പാടുമ്പോഴും നമ്മൾ ആ ഫസ്റ്റ് പാടിയ അതേ ഒരു ഫീലും അതും വേണം. ഇത് നമ്മൾ റിപ്പീറ്റൊക്കെ മോന് ഇപ്പോൾ ഇന്നലെ ഓളം കേട്ടില്ല ഞാൻ ഇന്ന്, അതിന് മുമ്പ് പാടിയത് നല്ലതാണ്. ആ റിപ്പീറ്റിൽ ഒരു കുഴപ്പം. അതുപോലെ നെഞ്ചിൽ ഞാനും സെക്കൻഡ് പാടിയപ്പോൾ മക്കളെ, അതുപോലെ ആ ചന്ദനക്കാറ്റോ താരങ്ങളോ അതൊക്കെ മോന് കുറച്ചും കൂടെ ഒരു സുഖമാവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രിയങ്കരി എന്ന് പറഞ്ഞാൽ അനുപല്ലവി കഴിഞ്ഞിട്ട് ഒരു പ്രിയങ്കരി ഇല്ല സ്വരത്തിന് മുമ്പ്. ആ പ്രിയങ്കരി ശരിയല്ല. ആ പ്രിയങ്കരി മഹാദുഷ്ടയായിരുന്നു. അത് പാടി. അത് കൃത്യമായിട്ട് പാടേ. പാറു ചിലച്ചോണ്ടിരിക്കുന്നതിന്റെ സമയത്ത് മോളെന്ന് മോൻ പാടി. എന്തിന് മക്കളെ ഇപ്പൊ പാട്. ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത്, ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി. ആ പ്രിയങ്കരിക്ക് ഒരു ഐശ്വര്യം വേണം. പ്രിയങ്കരി അല്ലെ വെറും കരിയായി പോവും കേട്ടോ. മക്കളെ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയടാ. നിനക്ക് എന്താ അത് നിന്റെ വളർച്ച ഒരു ഭീകര ലെവലിലാണ്. അതിങ്ങനെ തന്നെ പൊക്കോ മക്കള്, അതായിരിക്കും നല്ലത് കേട്ടോ. അതിലെ സ്വരവുമൊക്കെ എന്താ പറയണ്ടത്, എനിക്ക് ആ എന്താ പറയുക, പപ്പനീസ നീനി സരികാരിസനി, അത് മാത്രമാണ് ഒരു അഴകുഴമ്പ ലെവലിലിരുന്നത്. മക്കൾ അതൊന്ന് പാടാമോ? ഒരു സെക്കൻഡ് 2 ലൈൻ അതാണോ? എല്ലാം നീനിയാടാ. ഇപ്പൊ ഇത് ഏതാന്ന് പറഞ്ഞിട്ടാ? പനിയോ? ഡോക്ടറെ കാണും. ഓക്കെ, അല്ല പനി എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഡോക്ടറെ കാണാൻ. മക്കളെ പാടിക്കോ. ഗാമരി എന്തോന്ന് അങ്ങനെ ആ സരികാരിസനെയാണ് കുറച്ച്. കുഴപ്പമില്ല, ബ്യൂട്ടിഫുൾ മക്കളെ, നന്നായിട്ട് പാടിയ. ശ്രീഹരി മോനെ, നീ ഒരു നാച്ചുറൽ സിംഗറാണ്. വെരി ഗുഡ്. അറിയാതെ ആ ഒരു എക്സ്പ്രസീവ് ആണ് വോയിസിൽ. അത് അല്ലേ ശരത്? തീർച്ചയായിട്ടും പഠിപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരു ക്വാളിറ്റിയാണത്. ദാറ്റ് ഈസ് ഗുഡ്, വെരി ഗുഡ്. എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാം കൃത്യമായി ശരത്ത് പറഞ്ഞു. ഒന്ന്, ഈ ഒരു പാട്ട് അതിൻ്റെ പല റേഞ്ച്, പല ഡയമെൻഷൻ. ലോവർ റേഞ്ചസിൽ ഒന്ന് ക്ലാരിറ്റി ഓഫ് ഡിക്ഷൻ, അതായത് രചന കൃത്യമായി കേൾക്കണം. നമ്മൾ ഇന്ന് പാടുന്ന പാട്ടുകളെല്ലാം പല ലെയേഴ്സ് ഓഫ് ട്രാക്സ് ആണ്. അപ്പോൾ യുവർ വോയിസ് ഷുഡ് ബി വെരി ബ്രൈറ്റ്. ഇതിലിപ്പോൾ ഞാൻ എഴുതിയത് ഇവൾ എനിക്ക് എൻ്റെ പ്രിയങ്കരി, അത് ക്ലാരിറ്റി ഇല്ല അവിടെ, അത് വരണം. അതുപോലെ ആരിവൾക്കേകി സ്നേഹമുഖം, അതും അങ്ങോട്ട്. അതൊക്കെ ക്യാപ്ഷൻസ് ഇതില്ല. ഈ പാട്ടിലെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. മുദ്ര, സ്നേഹമുഖം കേൾക്കണം, കേട്ടേ പറ്റൂ. ഈ ഒരു കാര്യം അത്രേ എനിക്ക് എന്നോട് പറയാനുള്ളൂ. യു വിൽ ഗോ ലോങ്, യു ഗോ ഫാർ, നോ ഡൗട്ട്. കേട്ടോ, ഓർക്കുക, എല്ലാ റേഞ്ചിലും ലിറിക്സ് കേൾക്കണം, കേട്ടേ പറ്റൂ കേട്ടോ. അവനെ ഇല്ല വേണിച്ചേട്ടാ കേസ് കൊടുക്കും ഇല്ല മക്കളെ പറഞ്ഞാൽ മനസ്സിലായിരുന്നു. കാര്യം അത് ഒരു വാലിഡ് കമൻ്റാണ്. അപ്പോൾ അത് മക്കളത് കറക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഫീൽ അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞത് കുറച്ചും കൂടെ ലിറിക്സിന്
ഇപ്പം ഞാൻ പ്രിയങ്കര ആ സംഗതി നോക്കിയിട്ടാണ് പാടിച്ചത്. അദ്ദേഹത്തിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്ന് പറയുമ്പോൾ അത് മോനൊന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അടുത്ത് ചെയ്യണം കേട്ടോ. ഓക്കെ സാർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഗംഭീരമാവട്ടെ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു വേണിച്ചേട്ടാ. ചേച്ചി ശ്രീഹരിക്കുട്ട, എന്തോ നല്ലൊരു പാട്ട്. മോൻ്റെ വോയിസ് ഇപ്പോൾ വോയിസ് ചേഞ്ചിങ് ടൈമാണ് ഇപ്പോൾ. ഓക്കെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി അല്ലേ? ഒരു റേഞ്ചിൻ്റെ ഇഷ്യൂസ് കുറച്ച്. മോന് പറ്റുന്ന സ്കെയിലിൽ പാടായിരുന്നല്ലോ. ഇല്ല, ഇത് ഓക്കെ ആയിരുന്നു. Okay റിഹേഴ്സൽ ചെയ്യണ സമയത്ത് ഓക്കെ ആയിരുന്നു. എന്നാലും മോൻ്റെ കുറച്ച് പ്ലസ് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, മെഗാ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. അതായത് മോൻ്റെ കുറച്ച് ഫിനിഷിങ് ലൈൻസ് ഒക്കെ ഇല്ലേ, തമ്പുരൊക്കെ പാടിയത്, പിന്നെ കുളിരൊക്കെ പാടിയത്, അത് ഓർമ്മയുണ്ടോ? അതേത് ലൈനാന്ന് മനസ്സിലായോ? അനുപല്ലവിയില് ദൈവതമ്പുരു. അത് ആ ലൈൻ എങ്ങനെയായിരുന്നു? ദേവതമ്പുരു. ആ സമയത്ത് എനിക്ക് ടേക്കിന് സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ആ ഒരു ഫ്ലോയില് ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ. അതുപോലെ എവിടെ ഒരു കുളിരും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോന് പാടിയിരുന്നു. ആ ഒരു ഫിനിഷിംഗ് അല്ലേ, അത് മോൻ നല്ലോണം ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നല്ലൊരു പാട്ട് മോൻ്റെ രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു. കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി വെരി 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 ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ ശ്രീഹരി, ഇനി മാർക്ക് ചോദിക്കാം. വേണിച്ചേട്ടാ. ശരി, എന്റെ മാർക്ക് 9. താങ്ക് യു സാർ. അതെ, ആ ലിറിക്സ് കൃത്യമായിരുന്നെങ്കിൽ 8 തന്നേനെ. ഇല്ല, 9 കിട്ടിയത് കേട്ടോ. ഓക്കെ സാർ. താങ്ക് യു വേണിച്ചേട്ടാ. ശരത് സാർ. യെസ് സാർ. എടാ ശ്രീഹരിക്കോട്ടെ 8.9 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഓക്കെ, സോ ടോട്ടൽ 17.9. സൂപ്പർ. വേണിച്ചേട്ടാ, ഇതിവന്റെ ഫീലോട് കൂടി പാടിയൊരു പോർഷനാണ്. ഇവൻ കിടിലൻ നാടൻ പാട്ട് പാടുന്ന ആളാട്ടോ. അപ്പടിയാ? ആ, ഒരു ഡോസ്, ചെറിയൊരു ഡോസ് കേൾക്കണോ? തകർക്ക് വേണിച്ചേട്ടൻ ഇവിടുന്ന് എണീച്ച് ഓടണം. എണീറ്റ് ഡാൻസ് കളിക്കണം. അത് പറ്റത്തില്ല, അത് ഈ അവസ്ഥയിൽ പറ്റത്തില്ല. കുറച്ച് ഇളക്കം പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വേണിച്ചേട്ടാ, ചേച്ചി, അപ്പൊ നമുക്ക് ആ ഒരു നാടൻ പാട്ട് പോർഷനും കൂടെ കേൾക്കാം. ഓക്കെ. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നിങ്ങാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടിൽ നീയുള്ള പിടക്കണ മീനാണേ. മീനം കൊണ്ടഞ്ചറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനം കൊണ്ടഞ്ചറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. മീനും പോയി നേരം ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദ്ര ചൊപ്പുള്ള നിങ്ങാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ തൊട്ടിൽ നീയുടെ പിടക്കിട മീനാണേ. ചലക്കുടി ചന്തയ്ക്ക് എല്ലാരും ഡാൻസ് കളിച്ചല്ല. വയ്യാതായിപ്പോയി, ഞാൻ പോലും അറിഞ്ഞില്ല എന്താ സംഭവിച്ചത്. സൂപ്പർ. എങ്ങനെയുണ്ട് വേണിച്ചേട്ടാ? ശരി. ഓ, താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.